ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കേരളത്തിൽ ഒരു കൊല്ലം നടക്കുന്ന വഅള്, പ്രസംഗം, ഉദ്ഘാടനം, അവിടുത്തെ ലൈറ്റ്, അവിടുത്തെ മൈക്ക്, അവിടത്തേക്ക് പോകുന്നതും വരുന്നതും വാഹനത്തിന്റെ ചെലവ്, ഇതെല്ലാം കൂടി നമ്മളൊന്ന് കണക്ക് നോക്കിയാൽ എന്റെ അഭിപ്രായത്തിൽ കേരളത്തിൽ മാത്രം ഉള്ള ഈ പദ്ധതികൾക്ക് ചെലവാക്കുന്ന അത്ര കാശ് മറ്റൊന്നിനും ചെലവാക്കണില്ല അല്ലേ? എത്ര വഅള്, എത്ര പ്രസംഗം, എത്ര ഉദ്ഘാടനം, അതിനെത്ര അനൗൺസ്, ഇതിന് ലക്ഷക്കണക്കിലാണ് നമ്മൾ ചെലവഴിക്കുന്നത്. ശ്രദ്ധിക്കണേ. ഇനി ഞാൻ പറയട്ടെ, ഇത് ചെലവഴിക്കാതിരിക്കാനുള്ളൊരു മാർഗം എന്താണ്? ഈ ഉറക്കൊഴിച്ചിലും വേണ്ട. പറഞ്ഞില്ലേ, ഞാൻ ഇന്നലെ വന്നുറങ്ങുമ്പോൾ 2:30 മണിയായിരിക്കണം. 4 മണിക്ക് എഴുന്നേൽക്കുകയും ചെയ്തു. പിന്നെ ഒരു സെക്കൻഡ് കിടക്കാൻ കഴിയുമോ? മിനിയാന്നുറങ്ങുമ്പോഴും 1:30 മണിയായിരിക്കണം. 4 മണിക്ക് എഴുന്നേൽക്കുകയും ചെയ്യുന്നു. അപ്പൊ ഈ ഉറങ്ങാതെ ഞാൻ ഓടേണ്ട ആവശ്യം, തങ്ങൾ ഓടേണ്ട ആവശ്യം, വേറുള്ള ആൾ ഓടണ്ടേ, ഈ പണം ചെലവായിക്കൊണ്ട് ഒന്നും ആവശ്യമല്ല. എന്താണ്? വെള്ളിയാഴ്ച മെമ്പറിൽ ജുമാ ഖുതുബ നല്ല പ്രസംഗം കൊണ്ടടിച്ചാൽ ഇതിനൊക്കെ പരിഹാരമാവും. ഇത് സമ്മേളനമൊന്നും നടത്തേണ്ട ആവശ്യമില്ലല്ലോ. പരിഹാരമാകും എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത്, ഇപ്പൊ ഇവിടെ നമ്മൾ ഇതൊക്കെ നടത്തി, ഉദ്ഘാടനമൊക്കെ നടത്തി, എന്നാലും ഇവിടെ ഇത് കേൾക്കാൻ വരാത്ത കുറച്ച് ആളുകൾ ഉണ്ടാവും വീട്ടിൻ്റെ ഉള്ളിൽ. ജുമാക്ക് അങ്ങനെയല്ല. എല്ലാ വയസ്സന്മാരും കുന്നം മടിയും കുത്തിയിട്ട് വരും, എല്ലാ യുവാക്കളും വരും, എല്ലാ കച്ചവടക്കാരും വരും, എല്ലാ ഗ്രൂപ്പുകാരും വരും. അങ്ങനെ സർവ്വ ആളുകളും പള്ളിയിൽ ഒരുമിച്ചുകൂടി മിമ്പറിന്റെ മുകളിൽ ഖതീബ് അങ്ങോട്ട് കയറി നല്ല സ്ഫുടമായ ഭാഷയിൽ അങ്ങ് പ്രസംഗിക്കുക. 2 മണിക്കൂർ പ്രസംഗിക്കുക. എന്നാ പിന്നെ ഇവിടെ ഒരൊറ്റ മുജാഹിദും ഉണ്ടാവില്ല, ഒരു ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാവില്ല. അവരെ ഖണ്ഡിച്ചുകൊണ്ട് നമുക്ക് പ്രസംഗിക്കാലോ. ഒരു സമ്മേളനവും ഇന്ന് നടത്തേണ്ടി വരില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് നമ്മളത് ചെയ്യാത്തത്? അവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. പ്രാസംഗികന്മാരില്ലാത്തത് കൊണ്ടാണോ? അല്ല. മഅദനിലേക്ക് അങ്ങോട്ട് പോയാൽ ഇപ്പോ ഒരു 500 പ്രാസംഗികന്മാർ അവിടെ മഅദനിലുണ്ടാവും, നല്ല സ്ഫുടമായിട്ട് പ്രസംഗിക്കും. അതുപോലെ മർക്കസിലേക്ക് പോയാൽ നിങ്ങൾക്ക് എത്രയോ പ്രാസംഗികന്മാർ അവിടെയുണ്ട്. സഖാഫികളുണ്ട്, സൈദികളുണ്ട്, ഫൈദികളുണ്ട്, ഹസനികളുണ്ട്, അഹ്സനികളുണ്ട്, എല്ലാവരും പ്രസംഗിക്കുന്നവരുണ്ട്. നിങ്ങൾക്ക് പ്രസംഗിക്കാൻ അറിയാത്തതുകൊണ്ടാണെന്നും പറഞ്ഞിട്ട് അടുക്കതിന് പണ്ടൊക്കെ ആ പരിപ്പൊന്നും പോവില്ലപ്പോ. എല്ലാ സുന്നികൾക്കും പ്രസംഗിക്കാൻ അറിയാം. പ്രസംഗിക്കുന്ന 100 ചെറുചെറുക്കുള്ള പ്രാസംഗികന്മാരുണ്ട്. അതില്ലാത്തത് കൊണ്ടല്ല. ഈ പ്രസംഗം കേൾക്കാൻ എല്ലാ ജനങ്ങളും ശ്രദ്ധിക്കും. ഖതീബ് മിമ്പറിൽ വെച്ച് പ്രസംഗിക്കുമ്പോൾ വയസ്സനും കുട്ടികളും ചെറുപ്പക്കാരും ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ, കക്ഷി വ്യത്യാസമില്ലാതെ മുഴുവൻ ആളുകളും കേൾക്കുമെന്ന ഈ ലക്ഷ്യമുണ്ടായിട്ട് പോലും ഞങ്ങളത് ചെയ്യാത്തത് എന്താണെന്നറിയുമോ? അല്ലാഹു തആല അത് വിരോധിച്ചത് കൊണ്ടാണ് കേട്ടോ. ഇസ്ലാം അത് വിരോധിച്ചത് കൊണ്ടാണ്. ജുമുഅ ഖുതുബ അറബിയല്ലാത്ത ഭാഷയിൽ നിർവഹിച്ചുകൊണ്ട് ജുമുഅ നിസ്കരിച്ചാൽ ഖിയാമത്ത് നാൾ വരെ
ആ ജുമുഅ സഹീഹല്ല, അത് ബാത്തിലാണ്, തള്ളപ്പെട്ടതാണ്, കുറ്റകരമാണ്. യാതൊരു സംശയവും ഇല്ല. ആരെങ്കിലും മഞ്ചേരി പോകുമ്പോ തൽക്കാലം ഇവിടെ കയറി കഴിക്കട്ടെ എന്ന് കരുതിപ്പോകണ്ട. നിങ്ങൾക്ക് വേറെ ജുമുഅ ഇല്ലെങ്കിൽ ഈ പരിഭാഷ ജുമുഅയിൽ കൂടണ്ട. നിങ്ങൾ ജുമുഅ നിസ്കരിക്കണ്ട. നിസ്കരിച്ചാൽ നിങ്ങൾ കുറ്റക്കാരനായി പോകും. ഒന്നുമില്ലാതെ നിസ്കരിക്കുന്നത് പോലെ, ജനാപത്തോടുകൂടി നിസ്കരിക്കുന്നത് പോലെ തന്നെ കുറ്റമുള്ളതാണ് ഈ പരിഭാഷ ചെയ്യുന്ന ജുമുഅ എന്ന് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ ചില ആള് ധൈര്യം കൊണ്ട് വരുന്നില്ല പരിഭാഷ കൊണ്ട് തുടങ്ങൂടാൻ. നമ്മൾ തൽക്കാലം താഴെ നാക്കാതെ അതാ അത് കുരങ്ങിന് എടി വെച്ചു കൊടുത്തതുപോലെ അങ്ങോട്ട് കയറാനുള്ള ഒരു എടി വെച്ചു കൊടുക്കലാണ്. അതുകൊണ്ട് തന്നെ ومن أظلم ممن منع مساجد الله أن يذكر فيها اسمه وسعى في خرابها. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വെള്ളിയാഴ്ച അൽ കൗഫ് സൂറത്ത് ഓതേണ്ട ദിവസമാണ്, സ്വലാത്ത് ചൊല്ലേണ്ടുന്ന ദിവസമാണ്. ജുമാക്ക് വന്നാൽ അൽ കൗഫ് ഓതുകയും സ്വലാത്ത് ചൊല്ലുകയും ചെയ്യണം. അതിനെ തടയുന്നവനേക്കാൾ അക്രമിയായ മനുഷ്യൻ ആരാണ് ഉള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് ചോദിച്ചുകൊണ്ട് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജുമുഅന്റെ മുമ്പുള്ള പ്രസംഗവും പാടില്ലെന്ന് ഉലമാക്കൾ പറഞ്ഞത് അങ്ങനെയാണ്. മക്കളെ, നിങ്ങൾ വാശി വെക്കണ്ട. നിങ്ങൾ ഇപ്പോൾ പുകഴ്ത്തിക്കൊണ്ടു നടക്കുന്ന പണ്ഡിതന്മാർ അവരൊക്കെ പറഞ്ഞിട്ടുള്ളത് പാടില്ലെന്നാണ്. സമസ്തക്കാരെന്ന് പറയുന്ന ആ സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായ ശംസുൽ ഉലമയും അതിന്റെ പ്രസിഡന്റുമായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ഉസ്താദ് അവർക്കും പറഞ്ഞെങ്കിൽ അതിന് വിരുദ്ധമായിട്ടാണ് ഈ സമസ്തക്കാര് മുഴുവൻ സ്ഥലങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് നമ്മുടെ സുന്നത്തല്ല, നമ്മുടെ രീതിയല്ല. കാലം ഇതുവരെ ഇവിടെ നടക്കാത്തൊരു സംഗതി സമീപകാലത്ത് തുടങ്ങി വെച്ചതാണ്. ഞാൻ ഓർക്കുന്നു, മഞ്ചേരിയിൽ ഒരു സന്ദർഭത്തിൽ ഞങ്ങൾ 5-10 ആളുകൾ അവിടുത്തെ വലിയ ജുമുഅത്ത് പള്ളിയിൽ ജുമുഅക്ക് കൂടി ഖുത്ബ ആരംഭിച്ചു. മുമ്പ് പ്രസംഗമൊന്നുമില്ല, സാധാരണ പോലെ മായസബളി കഴിഞ്ഞു, ഖത്തീബ് ഖുത്ബ തുടങ്ങി. തഖ്വണ്ടുൽ വസിയ്യത്ത് വരെ അറബിയിൽ ഓതി. തഖ്വണ്ടുൽ വസിയ്യത്ത് കഴിഞ്ഞ ശേഷം മിമ്പറിൽ വെച്ച് മാന്യ മഹാജനങ്ങളെ എന്ന് പറഞ്ഞു മലയാളത്തിൽ പ്രസംഗം തുടങ്ങി. ഞാനും ബഹുമാനപ്പെട്ട ടി ഉസ്താദും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇറങ്ങിപ്പോന്നു. അടുത്ത പള്ളിയിൽ കൂടാ എന്ന് വിചാരിച്ച് കുറച്ചിപ്പുറമുള്ള പള്ളിയിൽ നോക്കുമ്പോൾ അവിടെ പൊരിഞ്ഞ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുക. അവിടുന്ന് ലേശം കൂടി പോയി. അപ്പൊ കോടതിപ്പടിയിലെ പ്രസംഗം അവിടെയും നടക്കും. അവിടുന്ന് പിന്നെയും പോയി. ഇരുമ്പൂഴി എത്തിയപ്പോ അവിടെ പള്ളിയിൽ കൂടി. അപ്പൊ 1 മണിക്കേ ജുമുഅ തുടങ്ങുള്ളൂ. ഞങ്ങളവിടെ കയറി സുന്നത്ത് നിസ്കരിച്ച് അപ്പോഴേക്ക് ജുമുഅ തുടങ്ങാനായി. ജുമുഅ തുടങ്ങി തെക്കുണ്ടുൽ വസിയ്യത്ത് എത്തിയപ്പോ മഞ്ചേരി പള്ളിയിൽ അതേപോലെ അവിടെ പ്രസംഗം തുടങ്ങി. സുബ്ഹാനല്ലാഹ്. അവിടുന്ന് പറഞ്ഞു. അവിടുന്ന് ഇറങ്ങിയപ്പോ ഗേറ്റിൽ വെച്ച് നമ്മൾ പരിചയമുള്ള ഒരാളെ കണ്ടു. എന്താ ഇവിടെയും പ്രസംഗം കണ്ടു ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഇവിടെ എപ്പോഴെങ്കിലും ഒന്ന് ഇറക്കലുള്ളൂ, അത് ഇന്നായിപ്പോയി എന്നുള്ളൂ. എപ്പോഴെങ്കിലും മാസം ഒന്നോക്കോ അല്ലെ 2 മാസം കൂടുമ്പോൾ ഒന്നൊക്കെ നടക്കും. അപ്പൊ ഞങ്ങൾ എന്നാണ് ആ ഹലാക്കുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ നിൽക്കരിക്കണ്ട, ഞങ്ങൾ അവിടുന്ന് പോയി. പിന്നെ മുണ്ടറമ്പിലെത്തുമ്പോ ഇക്കാമത്ത് കൊടുത്ത് ജനങ്ങളെല്ലാം കൂടി നിസ്കരിക്കാൻ നിൽക്കുക. അവർ മുമ്പ് എന്തേ നടന്നു ഞങ്ങളറിയില്ല. ഞങ്ങളോട് കയറി നിസ്കരിച്ചു. ഒരു പള്ളി ഇതൊന്നുമില്ലാത്ത നമ്മുടെ ഹക്കായ സുന്നത്തനുസരിച്ചുള്ള ഒരു പള്ളി അവിടെ ഇല്ലായിരുന്നു. ഇപ്പൊ ജാമിഅ ഇഖ്നയുടെ കീഴിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് ഉണ്ടാക്കി തന്ന, ഉസ്താദ് തന്നെ ഉദ്ഘാടനം ചെയ്ത ആ പള്ളി വന്നപ്പോഴാണ് അവിടെ നല്ലൊരു ജുമുഅക്ക്
കഴിഞ്ഞതെങ്കിൽ അതുകൊണ്ട് തന്നെ സുന്നത്ത് ജമാഅത്തിന് ആശയം മനസ്സിലുള്ള എല്ലാ സുന്നികളും അവിടെ വരുന്നു. എത്രയാണ് അവിടുത്തെ തിരക്ക് എന്നതുപോലെ നമ്മുടെ ഈ പള്ളി ആ സുന്നത്ത് ജമാഅത്തിന്റെ തനിമയിൽ പ്രവർത്തിക്കാൻ ചുണയുള്ള ഉമറാക്കളും ഉലമാക്കളും ഇവിടെ ഉണ്ട്. നമുക്കാരോടും വിരോധമില്ല. സുന്നത്ത് ജമാഅത്ത് എന്നത് അത് നമ്മുടെ ആദർശമാണ്. അതിൽ പിന്നെ ഇളവുകൾ ഇല്ല. ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ദീനിയായ കാര്യങ്ങളിൽ യാതൊരു ഇളവും വരുത്താൻ പറ്റില്ല. അതാണ് ഉസ്താദുമാർ പറയുന്നത്. അതിന്റെ പിന്നിലാണ് ഇവിടുത്തെ സുന്നികൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഇവിടെ നമുക്ക് സുന്നത്ത് ജമാഅത്തിന്റെ തനിമയാർന്ന ഈ പള്ളിയിൽ ആ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശമനുസരിച്ചുള്ള എല്ലാ സുന്നത്തുകളും നിലനിർത്താൻ നമുക്ക് കഴിയണം. നമ്മുടെ ജുമയും ജമാഅത്തും അതുപോലെ അതുമായി ബന്ധപ്പെട്ടുള്ള ദിക്റുകളും മൗലിദുകളും റാത്തീബുകളും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇവിടെ നടക്കും. അത് നടക്കണം. അതുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ കുടുങ്ങിപ്പോകരുതെന്ന് മനസ്സിലാക്കി പറയുകയാണ്. ആളുകളെ തൃപ്തിയല്ലല്ലോ നമ്മളെ ലക്ഷ്യം, അള്ളാഹുവിന്റെ തൃപ്തിയാണ്. അള്ളയല്ലാതെ കൊടുക്കുന്നവനില്ല, തടയുന്നവനില്ലെന്ന് വിശ്വസിച്ചിട്ടാ പറയുന്നത്. ഓ മുഅ്മിനീങ്ങളെ, ഒരാഴ്ച ചെയ്തു പോകുന്ന തെറ്റുകൾ ശുദ്ധീകരിക്കപ്പെട്ട ദിവസമാ വെള്ളിയാഴ്ച. ആ വെള്ളിയാഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരമാ ജുമുഅ. ആ ജുമുഅന്റെ ഖുത്ബ മലയാളത്തിലാക്കുന്നതോടെ നമ്മളെ ജുമുഅ ബാത്തിലായി പോയി കേട്ടോ. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ അറബി ഭാഷയുള്ള ഖുത്ബയിലും ജുമഅയിലുമല്ലാതെ പങ്കെടുക്കരുത്. ഇനി ഞാൻ എന്റെ മുസ്ലിമീങ്ങളോട് പറയട്ടെ, ജുമഅക്ക് മുമ്പ് പള്ളിയിലെത്തിയവരെന്താ വേണ്ടത്? ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു. ഇമാം നവവി, ഞാനിപ്പോ പറഞ്ഞ ഇമാം നവവിയില്ലേ, ആ ഇമാം നവവി പറയുന്നു. അതുപോലെ ഇമാം റാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു. ശറഹുൽ മുഹദ്ദബ് നോക്കിയാൽ കാണാം, ശറഹുൽ വജീദ് നോക്കിയാൽ കാണാം, എല്ലാ കിതാബുകളിലും കാണാം. ജുമഅക്ക് മുമ്പ് പള്ളിയിൽ വന്നാൽ എന്താ വേണ്ടത്? അതേ വഹും യസ്തഗ്ലൂന ബിദ്ദിക്രി വസ്സലാത്തി വൽഖിറാഅത്തി വസ്സലാത്തി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ജുമഅക്ക് മുമ്പ് പള്ളിയിലെത്തിയാൽ ദിക്ർ കൊണ്ട് ജോലിയാകണം, റസൂലുള്ളാഹിന്റെ സലാത്ത് കൊണ്ട് ജോലിയാകണം, ഖുർആനോത്ത് കൊണ്ട് ജോലിയാകണം. ഈ മൂന്ന് കാര്യം സുന്നത്താണെന്ന് ഇമാം നവവി റഹിമഹുല്ല പറയുന്നു, ഇമാം റാഫിഈ റഹിമഹുല്ല പറയുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ജുമുഅക്ക് മുമ്പ് ചില സ്ഥലങ്ങളിൽ ഒരു പ്രസംഗം നടത്തുന്ന ഏർപ്പാടുണ്ട്. അത് സുന്നത്ത് ജമാഅത്തിന്റെ നടപടിയല്ല. ഇമാമിങ്ങൾ